അച്ചാറിനകത്ത് ഏറ്റവും സെറ്റപ്പ് മത്തി അച്ചാറാട്ടോ. ഇപ്പോഴത്തെ ജനറേഷന്റെ ഭാഷ പറഞ്ഞ മൊത്തത്തിൽ നല്ല വൈബാ. യൂട്യൂബിൽ പാചക വീഡിയോകൾ കാണുന്ന ആരും ആനിയമ്മ എന്ന കണ്ണോത്തുകാരിയെ മറക്കാനിടയില്ല. ക്രൈസ്തവ പാരമ്പര്യ രുചിക്കൂട്ടുമായി നഴ്സിംഗ് രംഗത്ത് നിന്ന് പാചക രംഗത്തേക്കെത്തിയ താരമാണ് ആനിയമ്മ. ലീഫി കേരള എന്ന യൂട്യൂബ് ചാനലിൽ ആനിയമ്മ പരിചയപ്പെടുത്തുന്ന ഓരോ വിഭവത്തിനും പാരമ്പര്യത്തിന്റെ കൈപുണ്യമുണ്ട്. ഞാൻ ആദ്യം നേഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ വീടൊക്കെ വെക്കാൻ വേണ്ടി ഇസ്രായേലിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം പിന്നെ ജോലിക്ക് പോകാനുള്ളൊരു മടി, സത്യം പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ മടി കാരണം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ തുടങ്ങാമെന്നൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ചൈനീസ് ചാനലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ അവരുടെ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ കാണുന്നത്. അത് കണ്ട് അഡിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി അവരുടെ സെറ്റപ്പിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ സംസാരിക്കാനൊക്കെ പേടിയായതുകൊണ്ട് സംസാരിക്കാതെയൊക്കെ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ വർത്താനം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞത് രണ്ടാമത് പറയാനൊന്നും പറ്റില്ല. കാരണം ഈ നാച്ചുറലി പറയുന്ന സാധനം മാത്രമേ വരുള്ളൂ. രണ്ടാമത് കാണാപ്പാടം പഠിച്ചിട്ട് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒന്ന് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പം ഇവരൊക്കെ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും വീട്ടിൽ പറയുന്ന പോലെ ഉണ്ടടി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ റെഡി ആവുമോ, എന്നാലും നോക്കാമെന്ന് പറഞ്ഞ് ചെയ്തു. അങ്ങനെ കുറേ വീഡിയോസ് ചെയ്തപ്പോൾ ആൾക്കാർക്കൊക്കെ നമ്മൾ സാധാരണ വർത്താനം പറയുന്ന പോലെ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ വീഡിയോസൊക്കെ നന്നായിട്ട് റീച്ചായിട്ടാണ് ഇതൊരു സ്ഥിരം പരിപാടി ആയത്. ഒരു 10 ചെമ്മീനുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനുള്ള സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. മിക്കവാറും എല്ലാ സാധനവും എൻ്റെ വല്യമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. എല്ലാവരും കുടിയേറി വന്നവരെ, മലബാറിലോട്ട് കുടിയേറി വന്ന് അന്നത്തെ കാലത്തുണ്ടായിരുന്ന സാധനം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ വല്യമ്മ ഇപ്പോഴും ഉണ്ട്, 91 വയസ്സ്. അമ്മ നല്ല ആക്റ്റീവാണ്, നടക്കുകയും അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം ആ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും പിന്നെ കുറേയൊക്കെ ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യും. ഇപ്പം ആദ്യമൊക്കെ അമ്മയുടെ സാധനങ്ങൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുതിയ സാധനങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ ഇഷ്ടം. അങ്ങനെ പരീക്ഷിച്ച് കുറേ സാധനം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടി. ഗ്രാൻഡ് പേരൻസിന് 10 വയസ്സും 11 വയസ്സും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ മലബാറിലോട്ട് വന്നതാണ്. ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്നൊക്കെ എല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുന്ന പരിപാടിയായിരുന്നു. അപ്പം ഉള്ള സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് മഴക്കാലത്തും ഇല്ലാത്ത കാലത്തും കഴിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പം അത്രയും ആവശ്യമില്ലെങ്കിൽ പോലും ഇപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് സാധനങ്ങൾ പ്രിസർവ് ചെയ്യാൻ പറ്റും അവരുടെ അന്നത്തെ ടെക്നോളജി തന്നെ വെച്ചിട്ട്. ഇപ്പോഴത്തെ വലിയ സെറ്റപ്പുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒന്നും ചേർക്കാതെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ മാങ്ങാത്തര പോലത്തെ സാധനങ്ങൾ, ചക്ക ഉണക്കിയത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഉണ്ടാക്കി വെക്കാം എന്നാണ്. നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യവും പട്ടിണിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അത് അന്ന് അവർ അതിനുവേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നല്ല സാധനം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. എല്ലുങ്ങപ്പയാണ് ഫേവറേറ്റ്. എൻ്റെ അമ്മയും നന്നായിട്ട് എല്ലുങ്ങപ്പ ഉണ്ടാക്കും. അപ്പോൾ ആ രുചി എനിക്ക് വേറെ എവിടെ പോയാലും ചില സമയത്ത് കിട്ടാറില്ല. എനിക്ക് എല്ലുങ്ങപ്പ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാണ് ഏറ്റവും ഫേവറേറ്റ് സാധനം. സ്നാക്സിൽ മാങ്ങാത്തര അതിൻ്റെ വല്യമ്മയുടെ ഐറ്റമാണ്. അതായത് 10-28 ദിവസം പായൽ നമ്മൾ പഴുത്ത മാങ്ങ തേച്ച് പിടിപ്പിച്ച് ഉണക്കിയെടുത്ത് നമ്മൾ റോൾ ചെയ്ത് ഒരു 2 വർഷം വരെ കേടാവാതെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനം മാങ്ങാത്തര. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. ഇടിയിറച്ചിയാണ് പഴയ ട്രഡീഷണൽ സാധനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ട് കൊണ്ടുപോകുന്ന സാധനം ഇടിയിറച്ചി. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അങ്ങനെ നമുക്ക് ഒട്ടും രക്ഷയില്ലാതെ കൊടുത്തെത്താത്ത രീതിയിലുള്ള സാധനം എന്ന് പറയുന്നത് ABC പൗഡറാണ്. ആപ്പിളും ബീറ്റ്റൂട്ടും ക്യാരറ്റും നമ്മുടെ ബദാമും കാഷ്യൂവും വെച്ചിട്ട് മധുരത്തിന് പഞ്ചസാര ചേർക്കാതെ നാട്ടു ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ മാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കുട്ടിയൊക്കെ പാലിലിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു പൗഡർ. അത് നല്ല ആൾക്കാർ ഒത്തിരി ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മത്തി അച്ചാറും.
എല്ലാവരും സപ്പോർട്ടാട്ടോ, സപ്പോർട്ടില്ലാതെ ഒന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. 2 പിള്ളേർ, ഒരാൾ 8ൽ, ഒരാൾ LKGയിൽ, ഹസ്ബൻഡ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ മിൽമയിൽ. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പരിപാടി നടക്കില്ല. അതായത് ഒരു പണിയില്ലാതെ ഞാനിവിടെ പണി കളഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഇത് തുടങ്ങാനും അത് തുടങ്ങുമ്പോഴും നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് തരാനും എല്ലാ കാര്യത്തിനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്ന് അത് എഡിറ്റ് ചെയ്ത് തരും. അതേപോലെ ഇപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പം അതിൻ്റെ എല്ലാം പുറകിലുള്ള കാര്യങ്ങൾ, അപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് തൊട്ട് എല്ലാ കാര്യങ്ങളും അതൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്ത് എല്ലാം ഈവൻ ഓരോ സ്റ്റിക്കർ വരെ ഉണ്ടാക്കുന്നതും അങ്ങനെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടി നടക്കുകയില്ല. കാരണം വൻമാൻഷം ഒന്നും കളിച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ചെറിയ സാധനങ്ങളല്ല. നമ്മൾ ഈ ഒന്നാമത്തെ ഫുഡാണ്, പിന്നെ ട്രഡീഷണൽ ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് പുതിയ ടെക്നോളജി ഒന്നും വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പം അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം നടന്നു പോകുന്നതാണ്. അവൾ ചെറുപ്പത്തിലേ തന്നെ മിടുക്കിയായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞാൽ ചെയ്യാനും. അവളുടെ ഒരു കൊച്ചു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കൂടെ പഠിച്ച 10ാം ക്ലാസ് വരെയും പഠിച്ചൊരു കൊച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നാൾ. അനിയമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മിടുക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോഴും മിടുക്കുക, അന്നേരം മിടുക്കുക. ഇടിയിറച്ചി സ്പെഷ്യലിസ്റ്റ് അച്ചാച്ചനാകട്ടോ. അച്ചാച്ചവൻ്റെ പോത്ത് നോക്കി വാങ്ങി പറക്കി വന്ന് റെഡിയാക്കി തരും. എന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. കെമിക്കൽ ഇല്ലാതെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ പഴയ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രാവശ്യം ഫെയിലിയറായിട്ട് നമ്മൾ ഓരോ സാധനങ്ങളും, ഇടിയിറച്ചിയൊക്കെ 4 കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ ഉള്ളൊരു ഫോമിലേക്ക് ആയത്. ഈവൻ ഇടിയിറച്ചി എന്ന് പറയുമ്പം പണ്ടത്തെ മാതിരി അല്ല പോത്ത്. ഇപ്പം പോത്തിനകത്തൊക്കെ നിറയെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഉണക്കിയാലും പൂത്ത് പോകും. അപ്പോൾ അത് പൂക്കാതെ ആൾക്കാർക്ക് പഴയ ടേസ്റ്റിൽ തന്നെ കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ ആക്കാൻ കുറേ നാളത്തെ പണിയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കാന്താരിപ്പൊടി, അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു 8 കിലോ എങ്കിലും വേണം നമ്മൾ വാട്ടി ഉണങ്ങി പൊടിച്ച് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. നല്ല ഭക്ഷണം, ഇപ്പം ഞാൻ എന്ത് സാധനം ഇവിടെ ഇപ്പം കൊടുക്കാനുണ്ടാക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ABC പൗഡർ, റാഗി മാൾട്ട്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ എൻ്റെ 2 പിള്ളേരും കഴിക്കുന്നത്. എന്ത് സാധനമില്ല, ഇവിടെ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇവിടെ ഉള്ളവർ കഴിക്കുന്നത്. ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒന്നും നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറില്ല. അപ്പം അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാത്ത ലോകം ഉണ്ടാവണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് കുറേ കഷ്ടപ്പാടുണ്ട്. കാരണം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും ചെയ്യുന്നുണ്ട്. കുറേ പേര് അത് സഹകരിച്ച് അതിനനുസരിച്ച് അങ്ങനത്തെ സാധനങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച് വാങ്ങി പോകുന്നുമുണ്ട്. പണ്ടത്തെ മാതിരി അല്ലല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്കൊരു 10 രൂപ ഉണ്ടാക്കണമെങ്കിൽ 100 വഴിയുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കർഷകർക്ക് ഈ കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു. ഇപ്പം നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാലും എങ്ങനെയായാലും, പിന്നെ ഓൺലൈനും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇന്നത്തെ കാലത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈവൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം നമ്മുടെ തൊട്ടയലൊക്കത്തുള്ള കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികൾ, എൻ്റെ മൂത്ത മോളടക്കം, അവർ ലീവ് സമയത്തോ അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും, പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അവർ പൈസ ഏൺ ചെയ്യും. എല്ലാ കുട്ടികളും ഇപ്പം ഇവിടെയൊക്കെയുള്ള കുറേ പിള്ളേർ അങ്ങനെ ചെറിയ എമൗണ്ട് ആണെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം പോലും ഇല്ല. ഞാനൊക്കെ 10 രൂപേൻ്റെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് മറ്റേ വെറ്റയൊക്കെ അടുക്കിയിട്ട് ഇങ്ങനെ 4 വെറ്റ 20 എണ്ണം വെച്ചിട്ടുള്ള 4 കെട്ടൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. പിള്ളേർക്ക് പൈസ ഉണ്ടാക്കാൻ, പിള്ളേർക്ക് നല്ല എല്ലാവർക്കും, വലിയവർക്കും ആർക്കാണെങ്കിലും പൈസ ഒന്നും ഉണ്ടാക്കാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിൻ്റെ മുന്നേ നടന്നു കഴിയുമ്പോഴും ചിലപ്പോൾ അമ്മ എടി നീ പ്രാർത്ഥിച്ചിട്ടാണ്, അതൊക്കെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരി നോക്കിക്കോളൂ എന്നൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര, എല്ലാ സാധനം ചെയ്യുന്നതിന് മുമ്പോ കാര്യങ്ങളോ അല്ലാതെ മാതാവിൻ്റെ, അതും പ്രത്യേകിച്ച് കണ്ണോത്ത് മാതാവ്, ഞങ്ങളുടെ സ്വന്തം മാതാവ്, എൻ്റെ തന്നെ ആർക്കും കൊടുക്കലെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വിശ്വാസം ഭയങ്കരമായിട്ടുണ്ട്. ചെയ്യുന്ന സാധനം നമ്മൾ ജെന്യുവിനായിട്ട് ചെയ്ത് കൊടുത്താൽ കൊണ്ടുപോയ ആൾക്കാർ തന്നെ നമ്മുടെ അടുത്ത് പിന്നെയും വന്നിട്ട് അത് കൊണ്ടുപോകും. അത് തന്നെയാണ് ഏറ്റവും വലിയ മൗത്ത് പബ്ലിസിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ ഇടിയിറച്ചി, ABC പൊടി പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയ ആൾക്കാർ തന്നെ റിപ്പീറ്റ് വരുന്നത്. അവർക്കറിയാം നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്.
അപ്പം ഞാൻ കാണിക്കുന്ന സാധനം അത് എല്ലാ പ്രാവശ്യവും അവർക്ക് അങ്ങനെ തന്നെ കിട്ടുമ്പോൾ അവർക്കും അത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ് ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ 10 രൂപ കുറഞ്ഞാലും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. നമ്മൾ ഈ വീട്ടിൽ ഇപ്പോൾ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും ഒരു കെമിക്കൽസും ആഡ് ചെയ്യാതെ മനുഷ്യർക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു സാധനം മാത്രമേ നമ്മൾ അത്ര ക്ലിയറായിട്ട് ഇതുവരെ ആയിട്ടും ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇനി ഇട്ട് കൊടുക്കുകയില്ല. അത് മാത്രം എനിക്ക് ഉറപ്പിച്ച് പറയാം.